കേണൽ എസ് ഡെന്നി പാർലമെന്റ് വിളിച്ചുകൂട്ടി അവിടെ ഈ ശക്തമായ പ്രതിപക്ഷ നിരയുടെ മുന്നിൽ ഈ പ്രശ്നം അവതരിപ്പിച്ച് അവരെ നേരിടാനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ട് ശ്രീ നരേന്ദ്രമോദി, ശ്രീ അമിത്ഷാ, ശ്രീ രാജ്നാഥ് സിംഗ്, ശ്രീ ജയശങ്കർ, ശ്രീമതി നിർമ്മല സീതാരാമൻ എന്നിവരടങ്ങിയ മുൻനിരയ്ക്ക് കഴിഞ്ഞില്ല? അവർ പേടിച്ചു പോയി അല്ലേ? ശ്രീ പ്രദീപ്, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത് ഇതൊരു കാർഷിക ബിൽ ചർച്ചയോ അല്ലെങ്കിൽ ഇതൊരു കാസ്റ്റ് സെൻസസിന്റെ ചർച്ചയോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വേറെ വല്ല വികസനത്തിന്റെ ചർച്ചയല്ല പാർലമെന്റ് ഉള്ളിൽ നടക്കാൻ പോകുന്നത്. അത് രാജ്യത്തിന്റെ സുരക്ഷയെ കുറിച്ചുള്ള ഒരു ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് ഉള്ള ഒരു കാര്യമാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് തോന്നുന്നു ശ്രീ ശരത് പവാർ ആണ് ഇതിനകത്ത് ഏറ്റവും നല്ല രീതിയിലുള്ള, അദ്ദേഹം ഒരു മുൻ ഡിഫൻസ് മിനിസ്റ്റർ കൂടിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം. അദ്ദേഹം പറഞ്ഞു ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്, അവിടെ പല കാര്യങ്ങളും നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്, അതിനകത്ത് എല്ലാ കാര്യങ്ങളും പുറത്ത് പറയണം എന്ന് വിശ്വസിക്കുന്നതാണ്. പക്ഷെ ആ എല്ലാ കാര്യത്തിലും രാഷ്ട്രത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ചോളം എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല എന്നും കൂടെ നമ്മൾ അറിയണം. അതിനകത്ത് ഇപ്പൊ RTIയിൽ പോലും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഒരു രാജ്യം പോലും അവരുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും പൊതുസമൂഹത്തിൽ കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സുരക്ഷയാണ് പിന്നെ ഉള്ളത്? അപ്പൊ ആ രീതിയിലുള്ള ഒരു ഡിസ്കഷനുള്ള സമയമായിട്ടില്ല എന്നാണ് അതിനകത്ത് ആരെയും ഫേസ് ചെയ്യാൻ പറ്റിയുണ്ടെന്നല്ല, ആ സമയമായിട്ടില്ല അത് ചർച്ച ചെയ്യാൻ. അതുപോലെ തന്നെ ഇതിന്റെ ഇടയ്ക്ക് ഫോറിൻ സെക്രട്ടറിയും ആ ഡെലിഗേഷനിലുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ വന്ന് ബ്രീഫ് ചെയ്തിരുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിനകത്ത് പിന്നെ പ്രധാനമന്ത്രി വന്നില്ല എന്നുള്ള ഒരു വിമർശനമായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ഈ പ്രതിപക്ഷ, പ്രത്യേകിച്ച് കോൺഗ്രസ് ആയാലും CPM ആയാലും ശരി, അവർ ഒരു വിമർശനത്തിന് വേണ്ടി ഒരു വിമർശനം നടത്തും. അതായത് ഒരു ക്രിറ്റിസിസം ഫോർ സേക്ക് ഓഫ് ക്രിറ്റിസൈസ് എന്നുള്ള രീതിയിലേക്ക്, അല്ലാതെ എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉള്ള കാര്യമല്ല. ഇപ്പൊ നോക്കൂ, ശ്രീ അസ്കർ പറഞ്ഞു, ബഹുമാനപ്പെട്ട ശ്രീ അസ്കർ പറഞ്ഞു, അതായത് നമ്മൾ ജനാധിപത്യ രീതിയിൽ ചെന്ന് ആളുകളെ പേര് ചോദിച്ചില്ല എന്ന്. അതൊരു കറക്റ്റ് ആയിട്ടുള്ള രീതിയല്ല. കാരണം കോൺഗ്രസിന്റെ കാര്യത്തിൽ നമുക്കറിയാം, കോൺഗ്രസിന്റെ കാര്യത്തിൽ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള അദ്ദേഹം 4 പേര് ചോദിച്ചിരുന്നു. 4 പേര് ചോദിച്ചപ്പം ഉച്ചയ്ക്ക് കോൺഗ്രസ് കൊടുത്ത പേരാണ് ഈ ശശി തരൂർ ഇല്ല അതിനകത്ത്, സൽമാൻ ഖുർഷീദ് ഇല്ല, മനീഷ് തിവാരി ഇല്ല, ഗൗരവ് ഗൊഗോയ് ഉണ്ടായിരുന്നു, പിന്നെ മറ്റാളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ പേരാണ് കൊടുത്തത്. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ ഒരു ജനാധിപത്യ രീതിയിൽ തന്നെ അവരെടുത്ത് പേര് ചോദിച്ചിരുന്നു, പക്ഷെ അവര് പേര് കൊടുത്തില്ല. അപ്പൊ ഇവിടെ രാഷ്ട്രീയ താല്പര്യം അല്ല നോക്കുന്നത്. നമ്മളെ രാഷ്ട്രത്തിന് ഇപ്പൊ ഡോക്ടർ ശശി തരൂർ പോയില്ലായിരുന്നു, ഓക്കെ ലെറ്റ്സ് സേ നമ്മൾ ഈ 4 പേരെ അയച്ചിരുന്നെങ്കിൽ ഈ 4 പേര് ഡോക്ടർ ശശി തരൂർ ചെയ്ത കണക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് നമ്മളിപ്പം എനിക്കിപ്പോ ഡോക്ടർ ശശി തരൂരിന് വേണ്ടി ഞാൻ സംസാരിക്കുകയല്ല. അദ്ദേഹം ഒരു പൗരൻ എന്നുള്ള നിലയിൽ, ഒരു ഭാരതീയൻ എന്ന നിലയിൽ, അദ്ദേഹം പുറത്തു പോയ ചെയ്ത കാര്യങ്ങൾ എന്നുള്ള നിലയിൽ ആ കാര്യത്തിനെ കുറിച്ചാണ് ഞാനിപ്പം പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വെച്ചും അദ്ദേഹത്തിന്റെ ആ കാപ്പബിലിറ്റിയും വെച്ചും അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തു. അദ്ദേഹം നന്നായിട്ട് ചെയ്തു, ശ്രീ OWൈസി നന്നായിട്ട് ചെയ്തു. ഇവിടെ പോവാത്തിരുന്ന ഒമർ അബ്ദുള്ള പോലും എങ്ങനത്തെ സ്റ്റാൻഡാണ് എടുത്തത്. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ പറയുമ്പം അവിടെ രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണാം, അത് വേണമല്ലോ. പക്ഷെ രാഷ്ട്ര താല്പര്യം വരുമ്പം എല്ലാ കാര്യങ്ങളും ഇങ്ങനത്തെ ഉള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നത് വളരെ ദൗർഭാഗ്യപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കാര്യമൊന്നുമില്ലെങ്കിലും വിമർശനം നടത്തുക, ഒന്നുമില്ലെങ്കിൽ ചർച്ച. എന്ത് ചർച്ചയാണ് നടത്തുന്നുള്ളത്? ഏത് റഫാൽ വിമാനമാണ് എവിടുന്ന് ഏത് ബേസിൽ നിന്ന് പറന്നെന്നോ, ഏത് പൈലറ്റുമാരുടെ പേര് വേണോ, അല്ലെങ്കിൽ ഏതൊക്കെ ബോംബ്സ് ആണ് യൂസ് ചെയ്തെന്നോ, ഏത് സിസ്റ്റമാണ്, സാറ്റലൈറ്റ് സിസ്റ്റമാണോ യൂസ് ചെയ്യുന്നോ, ഏത് ഡ്രോൺസിന്റെ സിസ്റ്റമാണ്, ഇതാണോ ചർച്ച ചെയ്യേണ്ടുള്ളത്? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു യുദ്ധം നടക്കുന്ന സമയത്ത്, യുദ്ധ സമാനമായ രീതി നടക്കുന്ന സമയത്ത് ഇതാണോ ചർച്ച ചെയ്യേണ്ടുള്ളത്? ഞാൻ ശ്രീ നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും നമ്മൾ എല്ലാ കാര്യവും പുറത്തു വരാൻ പറയാറില്ല. നമ്മളെ രാഷ്ട്രീയ പാർട്ടിക്കാർ അവരുടെ ഒരു ചെറിയ സ്ട്രാറ്റജി പോലും പുറത്തു പറയാറില്ല. പക്ഷെ നമ്മളെ രാഷ്ട്രത്തിന്റെ സുരക്ഷയെ പറ്റി അത് വന്ന് പബ്ലിക്കായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും ത്രെഡ് ബെയർ ആയിട്ട് വന്ന് പറയണമെന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ അതിന് ഒരു കറക്റ്റ് ആയിട്ട് ഒരു വേർഡ് ഇല്ല. പക്ഷെ അത് ആരും ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നവർക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഇത് ഏതൊക്കെ രീതിയിലാണ് ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അത് മനസ്സിലാക്കുക. ഒരു ഗെയിം പ്ലാൻ ഇതിന്റെ ബാക്കിലുണ്ട്. ദേ വോണ്ട് ടു നോ ദാറ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന്. ദേ വോണ്ട് ടു നോ നമ്മൾക്ക് എന്തൊക്കെയാണ് നമ്മളെ സ്ട്രാറ്റജി. അത് നടക്കാൻ പോകുന്നില്ല. കാരണം ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വർക്ക്, പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്റർ മോദി, ശ്രീ അജിത് ദോവലും ബാക്കിയുള്ള സൈനിക ലീഡേഴ്സ് എല്ലാം അവർക്ക് ഇതിനെക്കാട്ടിയൊക്കെ ഉള്ള ശേഷിയുണ്ട്. അവർക്ക് അതിന്റെ ഉള്ള ആ സ്ട്രാറ്റജിക് ഫോർസൈറ്റ് ഉണ്ട്. അതുകൊണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല.